ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു വാച്ചാണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ പറഞ്ഞത് ചാർജിനിടുമ്പോൾ മാത്രം ഒന്ന് ബ്ലിങ്ക് ചെയ്ത് ഓഫായി പോകുന്നതാണ്. അപ്പോൾ സംഭവം ഡെഡായിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. ഇത് ഊരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു ആണിയുണ്ട്. ആ ആണി ഊരിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ഊരി വെച്ചാണ് നമ്മൾ ഇതേപോലെ വാച്ച് വെച്ചാൽ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹീറ്റൊക്കെ ചെയ്ത് കണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ചെറിയതായിട്ട് വാട്ടർ കണ്ടൻറ്റ് കണ്ടു. അങ്ങനെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇത് വെള്ളം കയറിയിട്ട് എന്തോ പ്രശ്നം വന്നതാണ് എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ കണക്ഷൻ ഇതേപോലെ നമ്മൾ അയച്ചിട്ട് അതിൻ്റെ ആ ബോർഡ് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഊരി വെച്ച് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്, നമുക്ക് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ബാറ്ററി അതേപോലെ ഈ ബോർഡൊക്കെ ഇതിലേന്ന് ഊരി എടുക്കണം. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജിനിടുമ്പോൾ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചാർജിനിട്ടുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് അല്ല കിട്ടുന്നത്, അതിൻ്റെ ഔട്ട് നമുക്ക് കറക്റ്റായിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്, ഫംഗസ് കയറിയിട്ടുണ്ട്. ആ സ്ട്രിപ്പ് ആണെങ്കിൽ ഫംഗസ് കയറി ആ ഭാഗത്ത് ഒരു പൊട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ചാർജിനിടുമ്പോൾ ഇതിമെന്നാണ് നമുക്ക് ചാർജ് ബോർഡിലേക്ക് കണക്റ്റ് ആവുന്നത്. ആ കണക്ഷന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രണ്ട് ഗോൾഡ് ലെഗ് കണ്ടു, ഇതിലേക്കാണ് നമ്മൾ ചാർജർ ഇടുമ്പോൾ വോൾട്ടേജ് വരുന്നത്. ഈ വോൾട്ടേജാണ് ഞാൻ നേരെ ജമ്പർ ചെയ്ത് ബൈപ്പാസ് ചെയ്ത് കണ്ട് ഈ സ്ട്രിപ്പിലൂടെ വരുന്ന കണക്ഷന് ഡയറക്റ്റ് ആയിട്ട് ജമ്പറിലൂടെ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ ജമ്പറിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കണക്ഷനൊക്കെ ഇട്ട് കൊടുത്ത് പ്രോപ്പറായിട്ട് തന്നെ വർക്കിംഗ് അല്ല, ചാർജ് കയറുന്നില്ല എന്നൊക്കെ നോക്കാനാണ്. അതിൻ്റെ മുന്നേ നമുക്ക് ബാറ്ററിയിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു. ആ ചാർജ് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ചാർജിനിട്ട് നോക്കുന്ന സമയത്ത് ചാർജിങ് ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബൈപ്പാസ് ചെയ്തിട്ടുള്ളതും ആ ജമ്പർ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. ചാർജിങ് പക്ക ഓക്കെ ആണ്. ചാർജ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, ഇതിലേക്ക് ചാർജ് കയറാത്തതിൻ്റെ പ്രശ്നം ആ കണക്ഷൻ മിസ്സിങ് ആയതുകൊണ്ടായിരുന്നു. ആ കണക്ഷൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ട് നമ്മൾ ഫുൾ ഫിറ്റ് ചെയ്ത് കണ്ട് ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഇതാ ഫയർ ബോൾട്ട് പറഞ്ഞിട്ട് ലോഗോ വന്ന് നമുക്ക് ഓൺ ആയിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വാച്ച് റിപ്പയറിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകളായിട്ടും വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം എന്ന് പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ഇതേപോലുള്ള വീഡിയോ ഒക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.